ബോയിൽഡ് ടേസ്റ്റ്ലെസ് ആൻഡ് ബോറിംഗ് ഡയറ്റ് റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ടയേർഡായിട്ടുണ്ടെങ്കിൽ അടിപൊളി 7 റെസിപ്പീസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മീലൊന്നും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം 10 to 15 മിനിറ്റ്സിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിന് 1 hour സോക്ക് ചെയ്ത മൂങ് ദാലാണ്. അതിൽ കുറച്ച് ക്യാരറ്റ്, ക്യുക്കുംബറും പിന്നെ തേങ്ങ ചിരുവിയതും കുറച്ച് ടേസ്റ്റിന് പച്ചമുളകും ലെമണും ചേർക്കാം. ലെമൺ ഫുഡിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു ചെറിയ പാൻ എടുക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, അതിൽ കടുക്, കുറച്ച് ഹീങ്, പിന്നെ റെഡ് ചില്ലി, ഇതൊക്കെ മൂന്നുമായിട്ട് വറവിട്ടിട്ട് നമ്മൾ സാലഡിലോട്ടിടാം. സാലഡിലോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാലഡിൽ ഉപ്പ് ലാസ്റ്റിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അയൺ റിച്ച്, ഹൈ പ്രോട്ടീൻ, ഫുൾ ഓഫ് ഫൈബേഴ്സ് ഉള്ള നല്ലൊരു സാലഡ് പെട്ടെന്ന് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അടുത്ത റെസിപ്പിക്ക് വേണ്ടത് മൂങ് ദാൽ, അതും 1 സ്പൂണാണ്. നിങ്ങൾ കുക്കർ എടുക്കുക, കുക്കറിൽ കുറച്ച് ഗീ ഇടുക, ജീര ഇടുക, ഉള്ളി ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് വാട്ടിക്കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് തക്കാളി ഇടുക. ഇവിടെ ഞാൻ പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, സീഡ്ലെസ് ആയിട്ട്. പിന്നെ ഈ സോക്ക് ചെയ്ത് വെച്ച മൂങ് ദാൽ നമുക്ക് കുക്കറിലോട്ട് ഇടാം. പിന്നെ കുറച്ച് ക്യാരറ്റ് ആൻഡ് പീസ്, പിന്നെ കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്യാം. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു പച്ചമണം മാറുമ്പോൾ പിന്നെ അതിൽ 3 സ്പൂൺ ഓട്സ് ചേർക്കുക. ഇത് 2 ആൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 3 സ്പൂൺ ഓട്സും 1 സ്പൂണ് ആണ് മൂങ് ദാൽ എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ 5 ഗ്ലാസ്സാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് ഹിങ് ഇടുക, ടർമറിക് പൗഡർ, ചില്ലി പൗഡറും ഉപ്പും ഇട്ടിട്ട് ഇതിനെ 2 വിസിലിൽ വരുന്ന വരെ കുക്ക് ചെയ്യാം. രണ്ട് വിസിൽ വന്നു കഴിഞ്ഞിട്ട് സ്റ്റീമൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതേപോലെ ഓട്സ് കിച്ചടി ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാസ്ത സാലഡ് റെസിപ്പിയാണ്. അതിന് വേണ്ടത് 1 കപ്പ് പാസ്ത ബോയിൽ ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുക്കുക. അതിന് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം ഹോൾ വീറ്റ് പാസ്ത നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഒരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ എടുത്തിട്ട് അതിൽ ഗാർലിക് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിൽ കുറച്ച് ബേബി കോണും മഷ്റൂമും സോട്ടേ ചെയ്യുക. മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം വിടും. അപ്പം മഷ്റൂം സോട്ടേ ചെയ്യുമ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ മാത്രമേ കുക്ക് ചെയ്യാവൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ ക്യാപ്സിക്കമും ഞാൻ കുറച്ച് സുക്കിനി എടുത്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് സുക്കിനി ഇല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നിങ്ങൾ കുറച്ച് ക്യൂക്കുംബർ ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കോൺ, ക്യാരറ്റും പീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് സോട്ടേ ചെയ്യുക. ഇപ്പോൾ സോട്ടേ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ സോട്ടേ ചെയ്താൽ മതി. ജസ്റ്റ് അവർ വെന്ത് വരുമ്പം അതിൽ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ഇടുക. ഈ ടൊമാറ്റോ പേസ്റ്റ് ഇട്ടിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ലാസ്റ്റിൽ ഉപ്പ് ഇടുക. ഉപ്പ് എപ്പോഴും ലാസ്റ്റിൽ ഇടാൻ നോക്കുക. പിന്നെ കുറച്ച് ഒറിഗാനോ, വൈറ്റ് പേപ്പർ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളടുത്ത് ബ്ലാക്ക് പേപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ടൊമാറ്റോ പേസ്റ്റിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നിങ്ങളെ വെജിറ്റബിൾസിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ കുക്ക്ഡ് പാസ്ത അതിലിടുക. അപ്പം നിങ്ങൾക്ക് കാണാം വെജിറ്റബിൾസ് കൂടുതലും പാസ്തയുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫുൾ ഫില്ലിംഗ് ആയിട്ട് വെജിറ്റബിൾ ഫിൽഡ് പാസ്ത കഴിച്ചാൽ നമുക്ക് ഹെൽത്തും ആവും, ടേസ്റ്റി ഡിഷസും ആവും. ഇത് കുട്ടികൾക്കും പോലും കഴിക്കാൻ വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ മയോനൈസും കോൺഫ്ലവറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ലാസ്റ്റിൽ യൂസ് ചെയ്തത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും ഇട്ടിട്ട് കുറച്ച് ഒലിവ്സും ഇടുക. ഇപ്പം നിങ്ങൾക്ക് ക്യൂക്കുംബറോ ക്യാബേജോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റേജിൽ ലാസ്റ്റിൽ ആഡ് ചെയ്യാം. നല്ല കളർഫുള്ളായിട്ടുള്ള പാസ്ത സാലഡ് റെഡി. അപ്പം അടുത്ത റെസിപ്പിയിലോട്ട് കിടക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മസ്റ്റേർഡ്, പീനട്ട്, കുറച്ച് ആൽമണ്ട്സ് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഉള്ളി വാട്ടി കഴിയുക. ഉള്ളി വാട്ടിയിട്ട് നമ്മൾ വീട്ടിൽ സ്പ്രൗട്ട്സ് ഉണ്ടാവും. സ്പ്രൗട്ട്സ്
ആഡ് ചെയ്യുക. ഞാനതിൽ ഗ്രീൻ ഗ്രാം സ്പ്രൗട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സ്പ്രൗട്ട് വേണമെങ്കിലും എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റും പീസും, പിന്നെ ഇത് പനീറിൻ്റെ ഒരു 4-5 ക്യൂബ്സിന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അതിനെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ സോട്ടേ ചെയ്തെടുക്കാം. സോട്ടേ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ വൈറ്റ് കളർ അവിലിട്ടിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് റെഡ് അവിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ, അത് യൂസ് ചെയ്യുക. നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ലാസ്റ്റിൽ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഹൈ പ്രോട്ടീൻ പോഹ റെഡി. നമ്മൾ സാധാരണ പോഹ കഴിക്കുമ്പം അത് വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമായിരിക്കും. ഇത് കാർബോഹൈഡ്രേറ്റ്സ് പ്ലസ് പ്രോട്ടീൻ്റെ നല്ല ക്വാണ്ടിറ്റിയാണ്. അപ്പം നല്ല ബാലൻസ്ഡ് മീലായിട്ട് വരും. ഇപ്പം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പോഹ ഡിഷസ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പം പ്രോട്ടീനും കാർബും നല്ല ബാലൻസ് ക്വാണ്ടിറ്റിയിൽ കിട്ടും. അപ്പോൾ അധികം സമയമൊന്നും ചിലവാക്കാതെ പെട്ടെന്ന് ഇങ്ങനത്തെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് ഒരു സോട്ടേഡ് വെജിറ്റബിൾ റെസിപ്പിയാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സുക്കിനി, ക്യാപ്സിക്കം, മഷ്റൂം നല്ല ഹൈ പ്രോട്ടീനും സുക്കിനി നല്ല ഹൈ വാട്ടർ കണ്ടൻറ്റ് ഉള്ള വെജിറ്റബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വേറെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഇതിൻ്റെ സ്ഥലത്ത് റീപ്ലേസും ചെയ്യാൻ പറ്റും. ആദ്യം കുറച്ച് ഒലിവ് ഓയിലിൽ ഗാർലിക് നന്നായിട്ട് സോട്ടേ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ മഷ്റൂം സുക്കിനി ഇട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ഒരു സോഫ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കൊരു കറിയുടെ പോലെയാവും. അപ്പം നിങ്ങൾക്ക് സോട്ടഡ് വെജിറ്റബിൾസ് കഴിക്കണമെങ്കിൽ അത് കുറച്ചൊന്നും ക്രിസ്പി ആയിട്ടുണ്ടാവണം. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് സോട്ടേ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഞാൻ കുറച്ച് പെപ്പറും ഒറിഗാനോ മാത്രമേ ടേസ്റ്റിന് ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് എക്സ്ട്രാ പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ ഒരു 4 to 5 പനീർ ക്യൂബ്സും ആഡ് ചെയ്യാം. ചില ദിവസം നമുക്ക് ഭയങ്കര ഫുള്ളായിട്ട് തോന്നും. അപ്പം നമുക്ക് അധികമൊന്നും ഉണ്ടാക്കാനൊന്നും തോന്നില്ല. അങ്ങനത്തെ സമയത്ത് ഇങ്ങനത്തെ വെജിറ്റബിൾ സോട്ടേ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അപ്പം നമ്മളെ ലഞ്ച് നല്ല ബാലൻസ്ഡ് ആയിട്ടും ഫുൾ ഫില്ലിംഗ് ആയിട്ടും ഉണ്ടാവും. നമ്മൾ ഡയറ്റിൽ എത്ര കളർഫുൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും കൂടുതൽ വെജിറ്റബിൾസ് നമുക്ക് എപ്പോഴും ആഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റിൽ അടിപൊളി സോട്ടേ വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. അടുത്ത റെസിപ്പിയിലോട്ട് കിടക്കാം. അടുത്ത റെസിപ്പിയിൽ ഞാൻ ബോട്ടിൽ ഗാർഡ് റായത്തയാണ് ഉണ്ടാക്കുന്നത്. ബോട്ടിൽ ഗാർഡിനെ നന്നായിട്ട് പീൽ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ഇതിനെ കട്ട് ചെയ്തിട്ട് നടുക്കുള്ള സീഡ് പാർട്ട് കളഞ്ഞിട്ട് ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കുക. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് വേണ്ടത് ഒരു പാനാണ്. പാനിലോട്ട് ഇത് മാറ്റിയിട്ട് ഇതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇതിനെ നന്നായിട്ട് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഈ ബോട്ടിൽ ഗാർഡിനെ കുക്ക് ചെയ്യണം. പക്ഷേ വെള്ളം ഫുള്ള് വറ്റിച്ചും എടുക്കണം. അത് റെഡിയാകുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഡ്രസ്സിങ് റെഡിയാക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള കേട്, അതിലിട്ടത് ഉപ്പ്, പിന്നെ നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുത്ത് ജീരകപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫ്ലേവർ തരാനുള്ള കസ്തൂരി മേത്തി ഇതേപോലെ പൊടിച്ചിട്ടിടുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ സാലഡ് ഡ്രസ്സിങ് റെഡിയാണ്. അപ്പോൾ ഇതേപോലെ നല്ലതായിട്ട് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിൽ ഗാർഡിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. മാഷ് ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് അതിനെ കേർഡിലോട്ട് ആഡ് ചെയ്യുക. കേർഡിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഒരു ചെറിയൊരു പാനിൽ വെളിച്ചെണ്ണ എടുക്കുക, മസ്റ്റർഡ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് റെഡ് ചില്ലി. കേർഡ് റൈസൊക്കെ കഴിക്കുന്നതിൻ്റെ ബദൽ ബോട്ടിൽ കേർഡ് റൈത്ത കഴിച്ചാൽ വെജിറ്റബിളും കിട്ടും, കാർബ്സും കുറഞ്ഞ് കിട്ടും. പിന്നെ ഈ തടുക്ക നമ്മൾ സാലഡിലോട്ട് ഇടുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മളെ ബോട്ടിൽ കേർഡ് റൈത്ത റെഡിയായി കിട്ടും. ഇത് വേണമെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു മീലായിട്ട് യൂസ് ചെയ്യാം. അടുത്ത റെസിപ്പിയാണ് നല്ല പവർഫുള്ളായിട്ടുള്ള വെയിറ്റ് ലോസ് ചപ്പാത്തി. ഇതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഓട്സും ബേസൻ ഫ്ലവറാണ്. ബേസൻ എന്ന് വെച്ചാൽ നമ്മൾ ചിക്ക് പീ ഫ്ലവർ കിട്ടില്ല, അതും ബേസൻ ഫ്ലവറും രണ്ടും സെയിം ആണ്. ഇതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും മുളകും പിന്നെ കുറച്ച് അജ്വൈനും ഇട്ടിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ പൗഡറിനെ നമ്മൾ ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടിയായിട്ടുള്ളൊരു പേസ്റ്റാക്കി എടുക്കണം. ഈ കട്ടി എന്ന് വെച്ചാൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും കട്ടിയുള്ള ഒരു മാവായിട്ട് എടുത്തിട്ട് നന്നായിട്ട് പാനിൽ പരത്തി കൊടുക്കണം. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. സൈഡിൽ നിന്ന് കുറച്ച് ഗീ ഇട്ടിട്ട് ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക ഒരു സൈഡ്. അത് കഴിഞ്ഞിട്ട് അതിനെ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും നന്നായിട്ട് വേവിക്കുക. അപ്പോൾ നമ്മളെ നല്ല ഹെൽത്തി വെയിറ്റ് ലോസ് ചപ്പാത്തി റെഡി. ഇപ്പം നിങ്ങൾ 7 ഡിഫറെൻറ്റ് ടേസ്റ്റി ലഞ്ച് ഓപ്ഷൻസ് കണ്ടു. ഇതിൽ നിന്ന് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ലഞ്ച് റെസിപ്പിന്ന് നിങ്ങൾ എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ലഞ്ച് റെസിപ്പീസും ഡീടോക്സ് കോഫി ഡയറ്റും ഫോളോ ചെയ്താൽ നിങ്ങളെ വെയിറ്റിൽ ഉറപ്പായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.